സെൽഫിയിലേക്ക് സ്വാഗതം. ഈ മൈഗ്രേഷനെ പറ്റി നമ്മളൊക്കെ വൈകാരികമായ പല കാര്യങ്ങളും നമ്മൾ കഥകൾ കേട്ടു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാനുള്ള ഒരു ഫീമെയിൽ ടു മെയിൽ മൈഗ്രേഷൻ നടക്കുന്ന അതുപോലെ പോലുമല്ല. കഠിനമായ യാതനകളെ വീട്ടിൽ പിടിച്ചിട്ട് പൂട്ടിയിട്ട് മർദ്ദിക്കുക, അല്ലെങ്കിൽ ബലമായിട്ട് വിവാഹം കഴിച്ചയപ്പിക്കുക, അല്ലെങ്കിൽ ആ വഴിയാണ് പല ആത്മഹത്യകൾ പോലും നടന്നിട്ടുള്ളത്. ഈ ലെസ്ബിയൻ സൂയിസൈഡ് നമ്മൾ ഫാക്ട് ഫൈൻഡിങ് നടക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയേക്കുന്നൊരു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വീടിനുള്ളിലെയും പൊതുവിടങ്ങളിലെയും ടോർച്ചറും കൊണ്ട് മാത്രം നടന്നിട്ടുള്ള ആത്മഹത്യകളാണ്. ഈ മൈഗ്രേഷൻ പോലും ഒട്ടും ഈസി അല്ല. കാരണം ശീതൾ പറഞ്ഞ പോലെ MTF ആളുകൾ എവിടെയെങ്കിലും ഹിജ്റാസിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൾച്ചറിനെ പറ്റി അറിയാമെങ്കിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഒരിടമുണ്ടെന്ന് തന്നെ ഓർത്തുകൊണ്ടായിരിക്കും ഇവിടുന്ന് വണ്ടി കയറി പോവുക. പക്ഷേ ഫീമെയിൽ ടു മെയിലായ ഒരാളുകൾ വണ്ടി കയറി പോകുന്ന ഒരിക്കലും ഒരു ലക്ഷ്യം പോലും കണ്ടിട്ടായിരിക്കില്ല. അങ്ങനെയുള്ള കേസുകൾ നമുക്കറിയാം. ഇവിടുന്ന് വണ്ടി കയറി അവിടെ ഫീമെയിലിനേക്കാൾ എന്താണ് ഫീമെയിൽ ടു മെയിലിന് വരുന്നത്? അവരൊരു ഫീമെയിൽ ആയിട്ടാണല്ലോ ജനിക്കുന്നത്. അതിൻ്റെ അവർ ജന്മം കൊണ്ടുള്ള തന്നെ പല പരിമിതികൾക്കുള്ളിലാണ് അവർ. അതിനോടൊപ്പം തന്നെ അവരുടെ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി എല്ലാം കൂടെ കൂടിയിട്ട് അവർക്ക് ഒട്ടും തന്നെ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലല്ല ആ കമ്മ്യൂണിറ്റി ഉള്ളത്. ഞാനിപ്പം അവരെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. എന്തുകൊണ്ടാണ് അത്? നമ്മൾ ഇവിടെ ഒരു ഫേസ് ഇല്ലാത്തത് ഇത്ര ആളുകളില്ലാഞ്ഞിട്ടല്ലല്ലോ. ആളുകളുള്ളതും പ്രശ്നങ്ങളുള്ളതും നിലനിൽക്കുന്ന ഒരു മുഖം കാണിക്കാൻ പോലും ആളില്ലാത്ത. ഇടപെട്ടോടെ നമ്മുടെ പത്രങ്ങളിൽ വാർത്ത കാണാം, ആൺവേഷം കിട്ടിയ സ്ത്രീ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു പക്ഷേ ആത്മഹത്യ ഒന്നും അവിടെ നിർബന്ധമില്ല. പല രീതിയിലും ഉപദ്രവിക്കപ്പെടുകയും അത് പാലത്തിൻ്റെ മുകളിൽ താഴേക്ക് വലിച്ചെറിയപ്പെടുകയും 10-20 ദിവസം കഴിഞ്ഞ് ഡെഡ് ബോഡി പൊന്തുമ്പോൾ ആൺവേഷം കിട്ടിയ സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയായിരിക്കും വരുന്നുണ്ടാവുക. ഞങ്ങളൊക്കെ അത് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ. അതുപോലെ 2 കൂട്ടുകാരികൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കാണുന്ന വാർത്തകളൊക്കെ പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ പുറത്ത് പറയാൻ സാധിക്കാതെയും അല്ലെങ്കിൽ പുറത്തറിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പീഡനവും കാരണം ആത്മഹത്യകൾ പലതും സാധിക്കുന്നുണ്ട്. മെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള ആളുകളുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി മെയിലാണ്. മെയിൽ എന്ന നിലയിൽ സമൂഹം അനുവദിക്കുന്ന പല സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേല ചുറ്റാം, ചേല ചുറ്റാതിരിക്കാം, നാട് വിടുന്നവരെയൊക്കെ. പക്ഷേ സ്ത്രീ ആയിട്ടുള്ള ഒരാൾ സ്ത്രീ എന്ന വേഷത്തിലായിരിക്കാം ഒന്ന് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ സ്ത്രീ വേഷം കെട്ടി പോകുമ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്ത്രീ ആണല്ലോ എന്ന് മനസ്സിലാക്കിയാൽ ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് സ്ത്രീ എന്നൊരാൾ വേറൊരു ചോയ്സ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ 2 ആണുങ്ങൾ സ്വർഗ പ്രണയിതാക്കൾ, 2 ആണുങ്ങൾ നാട് വിട്ടു പോകുന്നു. ഇല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്നു വിചാരിച്ചിട്ട് പുറത്തിറങ്ങുന്നു. അവർ പലതരത്തിൽ തൊഴിൽ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പറ്റുന്ന തൊഴിലുകൾ ചെയ്യുന്നു. അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കണം. അവരൊരു വീട്ടിൽ താമസിക്കുന്നു. 2 സ്ത്രീകൾക്ക് ആരെങ്കിലും ഇവിടെ വീട് കൊടുക്കുമോ? പിന്നെയും കിട്ടും. 2 സ്ത്രീകൾക്ക് കൂടെ വീട് കൊടുക്കും. അത് ഒരു വീട് കൊടുത്താൽ തന്നെ അവർ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എപ്പോഴും നാട്ടുകാരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ അവരുടെ അവര് വേറെന്തോ ചുറ്റിക്കളയുന്നുണ്ടോ എന്നുള്ളതും കൂടി ഉണ്ട്. അതെ, ഒറ്റയ്ക്കാണ് ആ 2 കുട്ടികൾ ഇല്ലെങ്കിൽ ഒരാൾ പുറത്തിറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടുകാർക്ക് ഈ ആളുകളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നേരെ ഇവിടെ വരുന്നു. ഒരു ഭീഷണി, ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആ പെൺകുട്ടികൾ ഒരു നിവൃത്തിയില്ല. അവരുടെ ഒരു മെന്റൽ പ്രശ്നം കൊണ്ട് തന്നെ അവർ തിരിച്ചു പോകും. ഇൻ കേസ് അവർ ഫൈറ്റ് ചെയ്ത് കോടതിയിൽ നിൽക്കുന്ന സമയത്തും ഈ ഇഷ്യൂ ഉണ്ടാവാം. കോടതി നേരിട്ട് ഭീഷണിപ്പെടുത്തും. കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ജഡ്ജസ് നേരിട്ട് ഭീഷണിപ്പെടുത്തും. വെറും പ്രണയം അംഗീകരിക്കാൻ പറ്റാത്ത ജഡ്ജസ് ആണ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജസ്. ഇതിൽ സങ്കടകരമായ കാര്യം, സുപ്രീം കോടതി വിധിക്കെതിരെ പെറ്റീഷൻ കൊടുത്തത് 15ഓളം മതസംഘടനകളാണ് ഈ 376-നെതിരെ. പക്ഷേ ആ ഒരു മതസംഘടനയിൽ ഒന്ന് കണ്ണൂരിൽ ഇവാഞ്ചിക്കൽ സോഷ്യൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സംഘടന. അപ്പോൾ മതങ്ങളാണ് ഇവിടെ കുടുംബജീവിതം എന്നൊരു സംഭവം തീരുമാനിക്കുന്നത്. അത് തന്നെയാണല്ലോ ഇപ്പോൾ സിനഡിലും സ്വവർഗ രതിയെക്കുറിച്ചും സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഞാനും ശീതളും പങ്കെടുത്ത ഇതിനു മുമ്പുള്ള ഒരു ക്രിസ്ത്യൻ സഭയിലെ ഒരു അച്ഛനുമായിട്ടുള്ള ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ അച്ഛൻ പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ് കുടുംബം, അതിലൊരു കുട്ടി ഉണ്ടായിരിക്കണം. ഇതാണ് കുടുംബം. ക്രിസ്ത്യൻ സഭക്കാർ പറയുന്ന അവരുടെ കുടുംബം. ഇതിന്ന് അവർ വ്യതിചലിക്കത്തില്ല. മാർപ്പാപ്പ പറഞ്ഞാലും അവർ വ്യതിചലിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിന് കുടുംബം വേണ്ട. അപ്പൊ ഞാൻ ആസ് എ ലേഡിയാണ്, എനിക്ക് എന്ത് കുടുംബം ആയിക്കൂടെ? പക്ഷെ എനിക്ക് കുട്ടിയില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ സഭയിൽ, ക്രിസ്ത്യൻ സഭയിൽ, ഞാൻ തിരിച്ചു ചോദിച്ചതാണ് മാഡം, ക്രിസ്ത്യൻ സഭയിൽ കുട്ടികളില്ലാത്ത പെൺകുട്ടികളെ ആ ഹിജടകളെന്ന് പറയൂ. അവരെന്ത് പറയും? അവരെ സഭയിൽ നിന്ന് പുറത്താക്കോ? അതില്ല എന്ന്. അതെങ്ങനെയാ? അത് അവര് പുറത്താക്കത്തില്ല. പക്ഷെ ഞങ്ങളെ അംഗീകരിക്കത്തുമില്ല. ഞങ്ങളെ വിവാഹം അംഗീകരിക്കും സ്വർഗത്തിലാണെന്ന്. ഇനി ചത്തുപോയിട്ട് സൂര്യയുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് പറയൂ.
ഭർത്താവിന്റെ പേര് അഭിലാഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തില് പ്രശ്നങ്ങളൊന്നുമില്ല? ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്റെ കുടുംബത്തിലും പ്രശ്നമായി. ഇപ്പൊ ഞങ്ങള് മാറിയാണ് താമസിക്കുന്നത്. എന്നെ കുടുംബത്തിൽ അക്സെപ്റ്റഡ് ആണ്. വാടക വീടാണ്. ഒരുപാട് നടന്നിട്ട് കിട്ടി. ഈ ഇടയ്ക്ക് ഏറ്റവും വലിയ ചിരിക്കാനുള്ള കാര്യം, 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് തന്ന ആളിന്റെ അമ്മായിയമ്മയാണ് ഉടമസ്ഥരെ പുറകിൽ താമസിക്കുന്നത്. അവർ ചോദിക്കും, നിങ്ങളെല്ലാം ആണുങ്ങളല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭർത്താവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് മറുപടി പറഞ്ഞത്, ഞങ്ങള് സർജറി കഴിഞ്ഞ് പെൺകുട്ടികളായി ഞങ്ങൾ വിവാഹം കഴിച്ചാണ് താമസിക്കുന്നത്. ഓ സന്തോഷം. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും നൽകുന്നില്ല. അവര് ഞങ്ങളെ സന്തോഷത്തോടെ നല്ല രീതിയിലാണ് കാണുന്നത്. ഞങ്ങൾ നന്നായിട്ട് ഇപ്പൊ അവിടെ ജീവിച്ചു പോകുന്നുണ്ട്. Personally, I just want to keep on supporting the movement and supporting community people, supporting our movement, and yeah, that's all I have to say. ബീന, ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം പോലെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിയമങ്ങൾ സുരക്ഷിതമല്ല, വ്യക്തി ജീവിതത്തിലെ നിയമങ്ങൾക്കുള്ള പോലെ തന്നെ അടിസ്ഥാന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ സാമൂഹ്യ നീതിവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പോളിസികളായിട്ട് ബന്ധപ്പെട്ടിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരും. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഈ ഒരു പോളിസികളിൽ അവനവനാവുന്ന രീതിയിൽ ഇപ്പോൾ ഇമെയിൽ അയക്കാം ആളുകൾക്ക്, അല്ലെങ്കിൽ നേരിട്ട് പല രീതിയിലുള്ള അദാലത്തുകളിലൊക്കെ നമുക്ക് ഈ കോളേജുകളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ 2 പോളിസികളിൽ നമ്മളുടെ പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെടണം. അതാണ് ഒരു സംഗതി. അതിന് സഹയാത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ ഒരു ക്യൂർ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തും ക്യൂർ പ്രൈഡ് കേരളത്തിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും.